എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഇന്റർനെറ്റ് ഡാറ്റ വളരെ പരിമിതമാണ്. ഈ ഒരു ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പുകളോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ഒരുപാട് ഇന്റർനെറ്റ് ഡാറ്റ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരോ സോഷ്യൽ മീഡിയ ആപ്പുകളിലും നമ്മൾ പ്രത്യേകമായിട്ട് ഡാറ്റ സേവർ ആക്ടിവേറ്റ് ആക്കി ഇടേണ്ടതായിട്ട് വരും. ചില ആപ്പുകൾക്കൊന്നും ഡാറ്റ സേവർ ഓൺ ആക്കി ഇടാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത്തരം ആപ്പുകൾക്ക് ഡാറ്റ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പം നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളുടെയും ഫോണിൻ്റെ മൊത്തത്തിലുമുള്ള ഇന്റർനെറ്റ് ഡാറ്റ ഉപഭോഗം കുറയ്ക്കുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരൊറ്റ സെറ്റിംഗ്സിലൂടെ ഡാറ്റ ഉപഭോഗം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ സെറ്റിംഗ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി ട്രിക്കാണ്. നിങ്ങളുടെ ഫോണിലും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിലും ഉണ്ടെങ്കിൽ എല്ലാ ആപ്പുകൾക്കും പ്രത്യേകമായിട്ട് വെവ്വേറെ ഡാറ്റ സേവർ ഓൺ ആക്കി ഇടേണ്ട കാര്യമില്ല. ഈ ഒരു ഒറ്റ സെറ്റിംഗ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരോ സോഷ്യൽ മീഡിയ ആപ്പുകൾക്കും പ്രത്യേകമായിട്ട് നമ്മൾ ഡാറ്റ സേവർ ഓൺ ആക്കി ഇടേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണം കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് തന്നെ അതിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ബട്ടൺ കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് മീഡിയ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മീഡിയ എന്നുള്ള ഈ ഒരു സ്ക്രീനിൽ നമുക്കിവിടെ കാണാവുന്നതാണ് ഡാറ്റ സേവർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ ഡാറ്റ സേവർ മോഡ് ഓണാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫേസ്ബുക്കിൽ ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് ഡാറ്റ സേവർ മോഡ് ഓണാക്കി ഇടേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റ് ഡാറ്റ ഫേസ്ബുക്ക് തന്നെ വലിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് ഡാറ്റ സേവർ മോഡ് ഓണാക്കി ഇടുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ഡാറ്റ സേവർ മോഡ് ഓണാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പുറത്തേക്ക് വരാം. അടുത്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്ന വിൻഡോയിൽ സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു സ്ക്രീനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെല്ലുലാർ ഡാറ്റ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷന് താഴെയായിട്ട് യൂസ്ലെസ് ഡാറ്റ അതിന് തൊട്ട് താഴത്തായിട്ട് ഡാറ്റ സേവർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് ആക്ടിവേറ്റ് ആക്കി ഇടേണ്ടതാണ്. ഞാനിവിടെ ഓൾറെഡി ഇവിടെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ആപ്പുകൾക്കും നമ്മൾ ഡാറ്റ സേവർ ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമേ ആ ആപ്പുകൾ ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ ആപ്പുകളും നമ്മൾ ഇതുപോലെ ഡാറ്റ സേവർ ഓൺ ആക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് ഡാറ്റ സേവർ മോഡ് ഓൺ ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും നമുക്ക് ഡാറ്റ സേവർ മോഡ് ഓൺ ആക്കി ഇടാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ. ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ താഴെ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണാവുന്നതാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിംഗ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സിൻ്റെ അകത്ത് കുറേ ഓപ്ഷനുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഡാറ്റ സേവിങ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ജനറൽ, അക്കൗണ്ട്, ഡാറ്റ സേവിങ്സ്, മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്കിവിടെ ഡാറ്റ സേവിങ്സ് ഉള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു സ്ക്രീനിൽ ഞാൻ എല്ലാ ഡാറ്റ സേവിങ് മോഡ് ഓണാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിലും ഇൻ്റർനെറ്റ് ഡാറ്റ അധികം ഉപയോഗിക്കാണ്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നതിനായിട്ട് ഡാറ്റ സേവർ മോഡ് ആക്ടിവേറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളിലും നമുക്ക് ഇതുപോലെ പ്രത്യേകമായിട്ട് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഓപ്പൺ ചെയ്ത് ഡാറ്റ സേവർ മോഡ് ഓൺ ആക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനെല്ലാം
ഒരുമിച്ച് നമ്മുടെ ഫോണിൽ തന്നെ ഡേറ്റ സേവർ മോഡ് ഓൺ ആക്കാനുള്ള ഒരൊറ്റ സെറ്റിങ്സ് ആയിട്ട് നമ്മുടെ ഫോണുകളിലുണ്ട്. ആ ഒരു സെറ്റിങ്സ് ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രം മതിയാവുന്നതാണ്. നമുക്ക് പിന്നെ ഒരു സോഷ്യൽ മീഡിയ ആപ്പുകളും നമ്മൾ പ്രത്യേകിച്ച് പോയി ഡേറ്റ സേവർ മോഡ് ഓൺ ആക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പാട് നമുക്ക് കുറഞ്ഞിരിക്കും. നമുക്ക് ഒറ്റ സെറ്റിങ്സിലൂടെ എല്ലാ ആപ്പുകളും ഡേറ്റ സേവർ മോഡ് ഓൺ ആക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ വരുന്ന ഈ ഒരു സ്ക്രീനിൽ ഡേറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ എന്താ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഗ്രാഫ് സഹിതം നമുക്കിവിടെ നമ്മുടെ ഡേറ്റ ഉപഭോഗം നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. അതോടൊപ്പം അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ആപ്പുകളുടെ ഡേറ്റ ഉപഭോഗം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് വ്യൂ മോർ എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഡേറ്റ യൂസേജ്, ലിമിറ്റ്, ഡേറ്റ സേവിങ്സ്, നെറ്റ്വർക്ക് ആക്സസ് എന്നീ ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡേറ്റ സേവിങ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ വരുന്ന വിൻഡോയിൽ നമുക്കിവിടെ കാണാവുന്നതാണ് ഡേറ്റ സേവിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ തൊട്ടടുത്ത് കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ടേൺ ഓൺ ഡേറ്റ സേവിങ്സ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതൊരു പോപ്പപ്പ് വിൻഡോയാണ്. ഈ പോപ്പപ്പ് വിൻഡോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ ഇമെയിൽ സഹിതം ഇമെയിൽ വരുന്ന എല്ലാ മെസ്സേജുകളും നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഉപയോഗത്തിലെല്ലാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താല്പര്യമാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ഓപ്ഷൻ പ്രസ് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ആക്കാവുന്നതാണ്. നമ്മളിവിടെ ഡേറ്റ സേവർ മോഡ് ഓൺ ആക്കിയതോടുകൂടി ഒരാപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ആപ്പുകളുടെയും ഡേറ്റ സേവർ മോഡ് ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ആ ആപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഗൂഗിൾ പ്ലേ സർവീസ് എന്നുള്ള ഒരു ആപ്പ് മാത്രമാണ് ഈ ഒരു ഡേറ്റ സേവിങ് മോഡ് ആക്ടിവേറ്റ് ആകുകയില്ലാത്തത്. ബാക്കി എല്ലാ ആപ്പുകൾക്കും ഈ ഡേറ്റ സേവർ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ആപ്പുകൾക്കെല്ലാം ഇൻ്റർനെറ്റ് ഡേറ്റ ഉപഭോഗം നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഈ ഒരു ഡേറ്റ സേവർ മോഡ് ആക്ടിവേറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും മുകൾഭാഗത്തായിട്ട് സ്റ്റാറ്റസ് ബാറിൽ ഒരു മഴത്തുള്ളിയുടെ എംബ്ലം വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത് നമുക്ക് കാണുന്നതിനായിട്ട് ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു എംബ്ലം നമുക്ക് സ്ക്രീനിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്കിത് കാണാവുന്നതാണ്. ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതിനനുസരിച്ച് ഈ സെറ്റിങ്സ് എല്ലാം ഓണാക്കിയിടുക. ഈ ഒരു ഡേറ്റ സേവർ മോഡ് ആക്ടിവേറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകൾ എല്ലാ ആപ്പിലും നമ്മൾ പോയി ഡേറ്റ സേവർ മോഡ് ഓണാക്കി കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഈ ഫോണിലുള്ള ഈ ഒരൊറ്റ ഡേറ്റ സേവർ മോഡ് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളിലേക്കുമുള്ള ഇൻ്റർനെറ്റ് ഡേറ്റ ഉപഭോഗം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.